അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ പല മലയാളികളുടെയും വലിയൊരു സ്വപ്നമാണ് തങ്ങളുടെ കുടുംബത്തെയും അവിടെ എത്തിക്കുക എന്നത്. എന്നാൽ 2026 ഒരു വിസ അപേക്ഷ നൽകിയാൽ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? നിങ്ങളൊരു US പൗരനോ അതോ ഗ്രീൻ കാർഡ് ഹോൾഡറോ എന്നത് ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഒരു US പൗരനാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം നിങ്ങൾക്ക് പലതരം കുടുംബാംഗങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മാതാപിതാക്കൾ, 21 വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ കുട്ടികൾ എന്നിവർക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സാധാരണയായി വേഗത്തിലായിരിക്കും. കാരണം വിസകൾക്ക് പരിധികളില്ല. സാധാരണയായി ഇത്തരം കേസുകളിൽ ഏകദേശം 80% കേസുകളും ഏകദേശം 16.5 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. എന്നാൽ നാഷണൽ ബെനിഫിറ്റ് സെന്റർ പോലുള്ള തിരക്കുള്ള ഓഫീസുകളിൽ ഈ കേസുകൾക്ക് ഇതിലും കൂടുതൽ സമയമെടുത്തേക്കാം. ചിലപ്പോൾ 49 മുതൽ 58.5 മാസം വരെ എടുത്തേക്കാം. നിങ്ങൾക്ക് മറ്റു കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാത്തിരിപ്പ് വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ കുട്ടി അവിവാഹിതനും 21 വയസ്സിന് മുകളിലുള്ളയാളുമാണെങ്കിൽ കാത്തിരിപ്പ് 9 വർഷത്തിൽ കൂടുതലാകാം. നിങ്ങളുടെ കുട്ടി വിവാഹിതനാണെങ്കിൽ കാത്തിരിപ്പ് സാധാരണയായി 11 മുതൽ 12 വർഷം വരെയാണ്. ഒരു സഹോദരനെയോ സഹോദരിയെയോ കൊണ്ടുവരുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ പ്രക്രിയയാണ്. അന്തിമ ഉത്തരം ലഭിക്കാൻ സാധാരണയായി 13 വർഷത്തിൽ കൂടുതൽ എടുത്തേക്കാം. നിങ്ങളൊരു സ്ഥിരം താമസക്കാരനാണെങ്കിൽ, അതായത് ഗ്രീൻ കാർഡ് ഉള്ളയാളാണെങ്കിൽ നിയമങ്ങൾ കർശനമാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ, വിവാഹിതരായ കുട്ടികളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെയും അവിവാഹിതരായ കുട്ടികളെയും മാത്രമേ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയൂ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ 21 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മിക്ക കേസുകളും ഏകദേശം 39 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. നിങ്ങളുടെ അവിവാഹിതനായ കുട്ടിക്ക് 21 വയസ്സിന് മുകളിലാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. ആകെ സമയം ഏകദേശം 61.5 മാസത്തോളം എടുത്തേക്കാം. നിങ്ങളുടെ കേസ് വേഗത്തിലാക്കാൻ എന്ത് ചെയ്യണം എന്നുകൂടി നോക്കാം. നിങ്ങളുടെ അപേക്ഷ കൈകാര്യം ചെയ്യുന്ന സർവീസ് സെന്ററിനെ ആശ്രയിച്ച് സമയം വ്യത്യാസപ്പെടാം. കാലിഫോർണിയ, ടെക്സസ് അല്ലെങ്കിൽ നാഷണൽ ബെനിഫിറ്റ് സെന്റർ പോലുള്ളവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റുകൾ പോലുള്ള എല്ലാ തെളിവുകളോടും കൂടി പൂർണ്ണമായ ഫോമുകൾ അയക്കുന്നുവെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ കേസ് ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാനും അതെങ്ങനെ പുരോഗമിക്കുന്നുവെന്ന് കാണാനും കഴിയും. ചുരുക്കത്തിൽ, അമേരിക്കയിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ക്ഷമയും കൃത്യമായ ആസൂത്രണവും ആവശ്യമായ ഒന്നാണ്. അപേക്ഷകന്റെ പൗരത്വ പദവിയും ബന്ധുക്കളുമായുള്ള ബന്ധവും അനുസരിച്ച് കാത്തിരിപ്പ് കാലാവധി മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ നീളാം. അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കുമ്പോഴോ രേഖകൾ സമർപ്പിക്കുമ്പോഴോ ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും വലിയ കാലതാമസത്തിന് കാരണമാകും. USCIS വെബ്സൈറ്റ് വഴി കേസിന്റെ പുരോഗതി നിരന്തരം നിരീക്ഷിക്കുന്നത് അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് സഹോദരങ്ങൾക്കോ വിവാഹിതരായ മക്കൾക്കോ വേണ്ടി അപേക്ഷിക്കുമ്പോൾ ദീർഘകാലത്തെ കാത്തിരിപ്പ് മുൻകൂട്ടി കണ്ടു വേണം തീരുമാനങ്ങൾ എടുക്കാൻ. നിയമപരമായ നൂലാമാലകൾ നിറഞ്ഞ ഈ പ്രക്രിയയിൽ ശരിയായ വിവരങ്ങൾ കൃത്യസമയത്ത് മനസ്സിലാക്കുന്നത് കുടുംബങ്ങളുടെ ഒത്തുചേരൽ എളുപ്പമുള്ളതാക്കും.